ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ആയിട്ട് വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല കമൻസ് ഒക്കെ കണ്ടിട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ വീഡിയോ ചെയ്യണില്ലല്ലോ. അപ്പോൾ നിങ്ങളെ ഡെയിലി വീഡിയോസ് കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതാ അവർക്ക് വേണ്ടിയിട്ട് എത്ര തിരക്കാണെങ്കിലും ആ തിരക്കിനിടയിലാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം നമുക്ക് കൊറിയർ അയക്കാനുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തലേ ദിവസം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഹെൽപ്പിന് ഇപ്പോൾ എൻ്റെ നാത്തൂനും അതേപോലെ തന്നെ അനിയത്തിയൊക്കെ വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളെ ന്യൂട്രലോടൊക്കെ ഇതിൻ്റെ തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇന്ന് പാക്ക് ചെയ്തിട്ട് ഇന്ന് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാണ്ടേനെ. അപ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് നേരത്തെ സ്കൂൾക്ക് പോകണം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി നമ്മൾ ചീയപ്പുണ്ടല്ലോ അതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അരിയൊക്കെ കഴുകിയാണ്ട് ചാർക്ക് ഇട്ട് കൊടുക്കുന്ന നേരത്താണ് പാലാരം വന്നത്. പിന്നെ പാലൊക്കെ വാങ്ങി അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഉമ്മയുണ്ട് കേട്ടോ. ഇപ്പോൾ ഹെൽപ്പിന് ഉമ്മ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇതേപോലെയുള്ള പണികളൊക്കെ ഉമ്മയും ചെയ്യും. ഉമ്മനോട് വലിയ പണികളൊന്നും മനക്കൊണ്ട് എടുപ്പിച്ചലില്ല കേട്ടോ. എന്നാലും ഉമ്മ ഉണ്ടായതുകൊണ്ട് എനിക്ക് നല്ലൊരു സുഖമാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ചോറൊക്കെ അടുപ്പത്തിട്ടൊക്കെയാണെങ്കിൽ അത് കൂറ്റാനും അതേപോലെ കുട്ടികൾക്ക് ചായ എടുത്ത് കൊടുക്കാനും അങ്ങനെയുള്ള പണികൾക്കൊക്കെ ഉഷാറാണ് കേട്ടോ. വലിയവരൊക്കെ എടുത്ത് കഴിക്കും. വൈഫ് കുട്ടിയാണ് പിന്നെ ചായയൊന്നും എടുത്ത് കഴിക്കാത്ത തന്നെ എനിക്ക് വേണ്ടാറിന് പോവും. അപ്പം ഓൾക്ക് ചിലപ്പോൾ അമ്മ വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അതൊക്കെ ഒരു സുഖമാണ്. ഇപ്പം കുട്ടികൾ രാവിലെ ഒന്നും കഴിക്കാതെ പോയാൽ നമുക്കൊരു ഇടങ്ങേറല്ലേ. അപ്പം ഇന്ന് ചോറ് മഞ്ചുമോൾക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചോറിനിപ്പോൾ ഇന്ന് ഉച്ചക്ക് പാവ് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞേക്കാണ്. ഞാൻ അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചാണ്. ചോറ് ആയിട്ടില്ല. ഇനി അവർ നേരൊക്കെ ആയപ്പോൾ ഓക്ക് പോകാനായപ്പോഴത്തേന് ഇന്ന് കുറച്ച് വൈകിയാണ് ഞാൻ കിച്ചണിൽ വന്നത്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ കുറച്ച് കുറിയറൊക്കെ അയക്കാനുള്ളതൊക്കെ എഴുതാനുണ്ടായിനി. അപ്പോൾ അങ്ങനെയുള്ള തിരക്കിലൊക്കെ പെട്ടപ്പോൾ കിച്ചണിക്ക് വരാൻ നേരം വൈകി. എന്തെങ്കിലും ഒരു പണി എടുക്കാൻ നിന്നാലേ അതാണ് കയ്യട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോൾ കയ്യും വിചാരിച്ചാണ്ട് അങ്ങനെ നേരം പോവും. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അരിയൊക്കെ ഞാൻ ചാർക്ക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ അത് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മയുണ്ട് ഒപ്പം ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ പാക്കിങ്ങിനൊക്കെ നിൽക്കുക കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ കണ്ടിനി എന്തെങ്കിലും ഒരു ചെറിയൊരു ചമ്മന്തിയെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കാണിക്കൊണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണല്ലോ നമ്മൾ അധികം ചെയ്യാറ്. എനിക്കും അതാണ് ഇഷ്ടം. നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടണ്ടേ. അപ്പം എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് എനിക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇനി റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കട്ടെ, എന്നിട്ട് അതിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പുതിയൊരു ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് ഒരു എന്തൊക്കെയോ ഒരു തപ്പിപ്പിടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലായി വരുന്നുണ്ട്. എന്നാലും ഒന്നും കൂടെ ഒന്ന് ലെവലാവാനുണ്ട്. അതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ടൈം ടേബിളിൽ അങ്ങനെ പോവാം. അപ്പോൾ ഇതാ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. മാവൊക്കെ അരച്ച് ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അരി അരച്ചാണ്ട് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടാണ്ട് അങ്ങോട്ട് ചുട്ടെടുത്താൽ മതി. അപ്പം നമ്മളെ ചീയപ്പാവും. ഈ അപ്പത്തിന് പിന്നെ കുട്ടികൾക്കാർക്കും മടുപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ തലേ ദിവസം സെറ്റാക്കി വെക്കലുണ്ട്. എന്നാലും പിന്നെ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ ന്യൂട്രലോട് ഉണ്ടാക്കുന്ന ദിവസത്തേന്. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ നല്ല തിരക്കാവും. പിന്നെ രാത്രി ആയാൽ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗം ഒന്ന് കടന്നാൽ മതിയെന്നേ തോന്നും. അപ്പോൾ രാവിലേക്കൊക്കെയുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാം, കറി. അപ്പം ഈ ഒരു അപ്പത്തേക്ക് ചട്നി നല്ല ടേസ്റ്റ് ആണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങയൊക്കെ എൻ്റെ അനിയത്തി സ്റ്റോർ ചെയ്ത് തന്നതാണ് കേട്ടോ. അവളങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് പണികളൊക്കെ ചെയ്ത് തരും. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി ഫ്രീസറിൽ വെച്ച് തന്നതേനും. അപ്പോൾ ഇപ്പോൾ സുഖമാണ്, തേങ്ങയൊന്നും ചിരകാൻ നിൽക്കണ്ട. പിന്നെ ഇതാ ജാർക്ക് ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വറ്റൽമുളകും കുറച്ച് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ മലപ്പുറംകാരെ ഈ ചീയപ്പത്തേക്കുള്ള ചട്നിയാണ്. ഞാൻ സാധാരണ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇത് അരച്ച അരപ്പിക്ക് കടുക് വറുത്ത് ഇടലാണ് കേട്ടോ. ഈ ഒരു ചട്നി ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. ഇങ്ങനെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചാണ്ട് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് അതിക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്താണ്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള ചമ്മന്തി അല്ല. കട്ടിയായിട്ടുള്ള ചമ്മന്തി ആണെങ്കിൽ അതിക്കാണ് വറവ് ഇട്ട് കൊടുക്കൽ കേട്ടോ. ഇതിങ്ങനെ ഒരു ടേസ്റ്റാണ്. പിന്നെ മറ്റേത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റേ ചട്നി ഞാൻ ഉണ്ടാക്കലുണ്ടല്ലോ, നിങ്ങളോട് വീഡിയോയിൽ പറയലുണ്ട്. താളിച്ചാണ്ട് ആ തേങ്ങ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുത്താൽ ആ ചൂടുള്ള വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ആ തേങ്ങ കുക്കാവുമ്പോഴേ
അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ, ഇത് വേറൊരു ടേസ്റ്റും. അങ്ങനെ ചട്നിയൊക്കെ റെഡിയായി. പിന്നെ ചോറും വന്നിട്ടുണ്ട്, അതിന് ചോറൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്കും ചായയൊക്കെ കൊടുത്തു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. പിന്നെ അമ്മക്കും കുറച്ച് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അമ്മക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടേ പിന്നെ ഇൻസുലിനൊക്കെ വെക്കണതാണ് രാവിലെ. അപ്പോൾ രാവിലെ നേരത്തെ കഴിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് വൈകിയും ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ. പിന്നെ തലേ ദിവസത്തെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അപ്പം ചട്നിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഇത് കണ്ടോ, തോട്ടിൽ നല്ല കലക്കം വെള്ളം വരുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ കലക്കം വെള്ളയിക്കാരം, അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളയിക്കാരം കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്, വലിയ കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് മഴ. വെയിലൊന്നുമില്ല. അപ്പോൾ ഒന്ന് വെയിലുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് കഴുകി ഉണക്കണം എന്നൊക്കെ വിചാരിച്ചിനി. പക്ഷേ വെയിലില്ല. അപ്പോൾ ഇനി നാളെ കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നിപ്പോൾ ഇനി നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഇനി ശനിയാഴ്ച ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ചോറിന് കൂട്ടാൻ ബാബു ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് വേഗം കഴുകിയാണ്ട് അത് അടുപ്പത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചോറിന് അരയിലൊക്കെ ഉണ്ടാവും. നമുക്കിപ്പം പണിക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളാൾക്കാരാണെങ്കിലും. അപ്പം ഫുഡൊക്കെ നമ്മൾ കൊടുക്കണ്ടേ. അപ്പം പിന്നെ ഞാൻ ബീഫ് കഴുകിയാണ്ട് ആദ്യം അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ ഉമ്മ ഉണ്ടല്ലോ, തീയൊക്കെ ഉമ്മ കത്തിച്ചോളും. അങ്ങനെ ബീഫൊക്കെ കഴുകി ഓട്ടപാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കുന്നത് പരിപ്പും തക്കാളിയാണ് കേട്ടോ. അതാകുമ്പോൾ എളുപ്പമുണ്ട്, കുക്കർക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബീഫ് വരട്ടിയതും നമ്മളെ പരിപ്പും തക്കാളിയും കറി നല്ല ടേസ്റ്റാണ്. അതേപോലെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ബീഫൊക്കെ കഴുകിയാണ്ട് ഓട്ടപാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പം കുറച്ച് സമയം വീഡിയോയിൽ കാണുള്ളൂ. പക്ഷേ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണുമേ, കുറച്ച് വെള്ളത്തിൽ, ഇത്തിരി വെള്ളത്തിലാണ് കഴുകിയത്, അങ്ങനെയൊക്കെ കമൻറ്റിൽ അങ്ങനെ കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലല്ലേ. അപ്പം അങ്ങനെ ബീഫൊക്കെ കഴുകി കൊണ്ടുവന്നു. പിന്നെ അതിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുട്ടികൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിന് കഴുകാൻ. അപ്പോൾ അതൊക്കെ അമ്മ കഴുകി വെക്കണമുണ്ടായിന്. അപ്പോൾ ഇനി നമുക്ക് ബീഫ് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൺചട്ടിയൊക്കെ നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. മൺചട്ടി നമ്മളിപ്പോൾ ഒരു 2-3 ദിവസം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പൂപ്പൽ പിടിച്ച പോലെയൊക്കെയല്ലേ. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി അതായിക്ക് നമ്മൾ കഴുകി വെച്ച് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ബീഫത്തെ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കാം കേട്ടോ. അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ ചിലപ്പോൾ ഞാൻ തക്കാളി ഇടലില്ല കേട്ടോ, സവാള ചേർക്കും, തക്കാളി ചേർക്കലില്ല. അപ്പോൾ ഇന്നിപ്പോൾ സവാളയും ചേർത്തിട്ടില്ല, ചെറിയ ഉള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ അതിക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിനി മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും, പിന്നെ മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഗരം മസാല, ബീഫ് മസാല, എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ വേവിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങനെ തന്നെ അതിന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ആ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിക്കാൻ വെക്കാം. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇനി പോരാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ബീഫ് കല്ലക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കുറേശ്ശെ ഇപ്പോൾ ഒഴിക്കുമ്പോൾ പച്ചവെള്ളം തന്നെ മതി. മറ്റേത് ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കില്ലേ, വെള്ളം ഇല്ലാന്ന് കണ്ടാൽ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അത് ഏത് കറിക്കാണെങ്കിലും അങ്ങനെ തന്നെ, ബീഫ് കറിക്ക് മാത്രമല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ അങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ, അപ്പോൾ അങ്ങനെ പറയണ കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കറിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ വിസിൽ മതിട്ടോ ഈ ഒരു പരിപ്പ് വേവാൻ. പിന്നെ ഈ മസൂർ ദാലോ അങ്ങനെ എന്തോ അല്ലേ ഇതിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ കുക്കർക്ക് ഇട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും അതേപോലെ തന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും ഒക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു എളുപ്പക്കറിയാണ്, അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ബീഫിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അങ്ങനെ കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒറ്റ വിസിൽ മതി. ആ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ബീഫൊന്ന് തുറന്ന് നോക്കിയപ്പോൾ തിള വരുന്നുള്ളൂ. നല്ലോണം ചൂട് തട്ടിയെങ്കിൽ ഈ ചട്ടി തന്നെ നല്ല കട്ടിയുള്ള ചട്ടിയാണ് കേട്ടോ.
അപ്പം ഇനി നമുക്ക് എന്താ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ മഞ്ജുമോൾക്ക് ചോറ് കൊണ്ടുപോകും വേണ്ട, സ്കൂൾക്ക് കൊടുത്തയക്കും വേണം. അപ്പം ഞാൻ ഇതാ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചമ്മന്തി തേങ്ങയും അതേപോലെ തന്നെ മുളക് പൊടിയും പിന്നെ 2 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഉപ്പും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് സുറുക്കി ഇട്ടുകൊണ്ട് അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ല കേട്ടോ, മറന്നു പോയതാട്ടോ ഇടാൻ. കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് ചമ്മന്തിക്ക്. തേങ്ങാ ചമ്മന്തി എല്ലാവർക്കും അറിയാലോ ടേസ്റ്റ് തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഇതാട്ടോ ചമ്മന്തി ആയിട്ടുണ്ട്. ചമ്മന്തി ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. അങ്ങനെ ചമ്മന്തി കരച്ചപ്പോൾ തന്നെ നല്ല ബീഫിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ബീഫ് ഇങ്ങനെ തിളക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. നിങ്ങൾക്ക് ഇഷ്ടമാണോ ആ സ്മെല്ല്? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അപ്പാക്ക് അതേപോലെ ഇങ്ങനത്തെ ഈ ബീഫ് തിളച്ച് വരുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂട്ടിയിട്ട് ഇപ്പോൾ കഞ്ഞി കുടിക്കും. അപ്പോൾ ഉപ്പാനെങ്ങനെ ഓർമ്മ വന്നു ആ സ്മെല്ല് കിട്ടിയപ്പോൾ. അപ്പോൾ അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുത്ത് അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി നോക്കിയപ്പം കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ കുക്കറിന് ചട്ടിക്ക് മാറ്റി കൊടുക്കുക. വലിയ കുക്കറിൽ കുറച്ച് കറി ഇങ്ങനെ കാണുമ്പോഴേ ഒരു ഗതികേടാണ്. അപ്പോൾ ചെറിയ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്ത് വറവിട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാനായി. അപ്പോൾ ഇതാ 2 ചെമ്പിലും ന്യൂട്രലോട് നമ്മൾ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ, എന്നിട്ട് പിറ്റേ ദിവസമാണ് പാക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലോണം ചൂടാറിയിട്ട് വേണം ബോട്ടിലാക്കാനും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പൂപ്പൽ വരാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നല്ലോണം ആറിയിട്ട് വേണം ബോട്ടിലാക്കാൻ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി രാത്രിയാവും നമ്മളിത് ഒക്കെ ആക്കി റെഡിയാക്കി വെക്കാൻ കേട്ടോ. പിന്നെ അന്ന് അടച്ചു വെക്കും. പിറ്റേ ദിവസം അതേപോലെ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണി 10 മണിയൊക്കെ ആവണ ആ ഒരു സമയത്ത് ആണ് നമ്മൾ പാക്കിങ് തുടങ്ങുക കേട്ടോ. അങ്ങനെ അത് ഒക്കെ ബോട്ടിലൊക്കെ ആക്കുന്നുണ്ട്. അതേപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ രാവിലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മഞ്ജുമോൾക്ക് ചോറ് കൊടുത്തയച്ചിട്ടില്ലല്ലോ. അപ്പോൾ രാവിലെ പോയപ്പോൾ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ചോറ് കൊടുത്തയക്കണം. അപ്പോൾ ഒരു വാഴൻ്റെലൊക്കെ വാട്ടിക്കൊണ്ടുവന്ന് വാഴൻ്റെലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തോണ്ട് ചോറൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. പിന്നെ ബീഫൊക്കെ ഒരു നേരമൊക്കെ ആയപ്പോഴത്തേന് വെന്തിട്ടുണ്ടതിന്. അങ്ങനെ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ജുമോൾക്ക് ചിക്കൻ ആണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. ബീഫാകുമ്പോൾ കുറച്ച് മതി. ബീഫ് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല. ചിക്കനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബീഫല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ. പിന്നെ ചമ്മന്തിയും അതേപോലെ തന്നെ കുറച്ച് കറിയൊന്ന് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കറി തോനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വാഴൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒലിച്ച് പോകില്ലേ. അപ്പോൾ കുറച്ച് കറിയൊന്നും ആക്കി കൊടുത്തു. പിന്നെ അച്ചാറൊക്കെ വെറുതെ തിന്നും, ചോറിന് തിന്നൂല കേട്ടോ. ചോറിൻ്റെ ഒപ്പം അച്ചാറൊന്നും പറ്റൂല. അപ്പോൾ അങ്ങനെ ഇലയിൽ ചോറൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഓള് ചോറൊക്കെ പൊതിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 ആളാണ് കേട്ടോ കൊണ്ടുപോയി കൊടുക്കാൻ പോയത്. ഞാനും ബാവും രണ്ടാളും പോയിട്ടുണ്ടായിരുന്നു. സ്കൂൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ രാവിലെ ഓള് പോയപ്പോൾ ചോറ് അയക്കണം. പിന്നെ കൂട്ടാപ്പം എന്താ ഉണ്ടാക്കുക അങ്ങനെ വിചാരിച്ച് അന്തം വിട്ടൊന്ന് നിന്നീനി. അപ്പോൾ പിന്നെ എന്തായാലും ബാബു പറഞ്ഞു ബീഫ് കൊണ്ടുവരാൻ നമുക്ക് ഓക്കും ബീഫ് തന്നെ ആയിക്കോട്ടെ ഉച്ചക്കൊക്കെ പറഞ്ഞിട്ടേ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഓൾ അങ്ങനെ കൊണ്ടാക്കിയതാണ് കേട്ടോ. കൂട്ടാനായിട്ടില്ലെങ്കിലും മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്താൽ മതി, എന്നാലും ഞോളും ബീഫൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചോറൊക്കെ പൊയിഞ്ഞ് കൊണ്ടേ കൊടുത്തു. അപ്പോഴത്തേനും ഇവിടെ പാക്കിംഗ് ഒക്കെ ഒരുവിധം ആയിട്ടുണ്ട്. കുറച്ച് നേരം ഞാനും ബാബുവൊക്കെ ബോട്ടിലൊക്കെ ആക്കാനൊക്കെ ഞങ്ങളും കൂടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ബാക്കി ഞങ്ങൾ വന്നപ്പോഴത്തേന് എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ട്. നാത്തൂൻ്റെ മോനാണ് കേട്ടോ ആൺകുട്ടി. പിന്നെ കുറച്ച് അഡ്രസ്സും കൂടിയൊക്കെ എഴുതാണ്ടായിനി. അപ്പോൾ ചിഞ്ചുമോള് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മയും ഇവിടുത്തെ അമ്മയും വന്നിട്ടുണ്ടായിന് കേട്ടോ. അവിടുത്തെ അമ്മയും ഇവിടുത്തെ അമ്മയും അങ്ങനെ ഞാൻ പറയല്, അത് നിങ്ങൾക്ക് വീഡിയോയിൽ തിരിയാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ പറയുന്നത്. അവിടുത്തെ അമ്മ പറഞ്ഞാൽ എൻ്റെ അമ്മ, ഇവിടുത്തെ അമ്മ പറഞ്ഞാൽ ബാവുൻ്റെ അമ്മ കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ ഫില്ലായിട്ടോ. ഇന്ന് നമ്മൾ 51 ബോട്ടിലാണ് ഇന്ന് കൊടുത്തത്. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് ആൾക്കാർ പെൻഡിങ്ങിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയലില്ലേ, അത് ഉണ്ടാക്കാൻ ഒരു ദിവസം വേണം, വറുത്ത് പൊടിച്ച് ആ ഒരു വൃത്തിക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലേ കേട് വരാതെ നിൽക്കും വേണ്ടേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണ്ട നമ്മൾ റെഡിയാക്കി എടുക്കാൻ. അല്ലാതെ കടിപിടി കൂടി ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ. കുറച്ച് സമയം വേണം അത് ഉണ്ടാക്കി പാക്ക് ചെയ്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഡിലേ വരുന്നത്, അല്ലാതെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കണം. അപ്പോൾ തിങ്കളാഴ്ച കുറച്ചധികം നമ്മൾ ഓർഡർ വിടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ നടക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ലെവലിൽ നമുക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ വലിയ ലെവലിലേക്ക് എത്തിക്കുന്നത് നല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം കേട്ടോ. അങ്ങനെ നമ്മളെ പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ ഒരു കൊറിയർ ഓഫീസൊക്കെ ഞാനാണ് പോയത്. പിന്നെ ബാവും ചിഞ്ചും
വേറെ പാണ്ടിക്കാടൊക്കെ കുറച്ച് കൊടുക്കാണ്ടായിട്ടോ. അപ്പോൾ അത് ഒരു വണ്ടിമുഖം അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ DTDC വഴി കുറച്ച് അയക്കാനും ഉണ്ടായിനി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചിഞ്ചുമോളും ബാവും പോയി. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ പിന്നെ കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുത്തതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ ന്യൂട്രിലോഡ് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം.